2's complementary representation of -70. Two's complementary representation of -70. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ? യെസ്, ആൻസർ ബി വരും അല്ലേ? യെസ്. നമ്മളവിടെ പറയുന്നത് എന്താണ്? 10001 1 2 4 8 16 16ഉം 1ഉം 17. അതിൻ്റെ അകത്ത് ഒരു എന്തോടെ കൊടുത്തു? ഒരു സീറോഡ് കൊടുത്തു. എന്തിനു വേണ്ടി? നമ്മൾ ഒരു നമ്പർ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് സൈൻഡ് നമ്പേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന ഒരു ബിറ്റ് എന്തിനു വേണ്ടി? MSB എന്തിനു വേണ്ടി യൂസ് ചെയ്യും? സൈനിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇതെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? +17 ആണ്. ഇനി ഇതുകൂടി ഈ സീറോ ഇട്ടതിന് ശേഷം മാത്രമേ അത് ചെയ്യാവുള്ളൂ. അതിനുവേണ്ടി ഇപ്പം പറഞ്ഞു വന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു? 2's കോംപ്ലിമെൻ്ററി കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ ബിറ്റ് അതുപോലെ തന്നെ എഴുതി 1, ബാക്കിയെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് എഴുതി. ഇതായിരിക്കും 10111. സോറി, ഇതല്ല. എല്ലാവർക്കും ഓക്കെ ആണ്? ആൻസർ ബി ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മളുടെ പരീക്ഷയിട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. നമുക്കിത് കുറച്ചായിട്ട് എല്ലാ ദിവസവും സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കൂടെ ഇടയ്ക്കത്തെ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഡൗട്ട്സ് ഉണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ ഇവിടെ വെച്ച് തന്നെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 4-bit 2's complementary representation of a decimal number is +8 ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു 1000 കൂടെ ഉണ്ട് കേട്ടോ. 4-bit 2's complementary representation of a decimal number is നമ്പർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. To 4-bit 2's complementary representation of a decimal number is 1000. The number is yes, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ? -8. നമ്മൾ പറഞ്ഞു വരുന്നത് ആദ്യത്തെ ബിറ്റ് 1 ആകുമ്പോൾ തന്നെ നമുക്കറിയാം നെഗറ്റീവ് സംഖ്യയാണ്. അപ്പം നെഗറ്റീവ് കിട്ടി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കും? 2's complement കണ്ടുപിടിക്കും. 2's complement കണ്ടുപിടിക്കുമ്പം ആദ്യത്തെ 1 കാണുന്ന വരെ അതുപോലെ തന്നെ എഴുതി. അപ്പോൾ വാല്യൂ ഇത് തന്നെ കിട്ടും, സെയിം തന്നെ കിട്ടും, -8 കിട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? The range of signed decimal number that can be represented by 6-bit in 1's complementary format. Range of signed decimal number that can be represented by 2-bit
6-bit ones complementary number is എല്ലാവരും കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ്? 2n-1 -1. ഓക്കെ അല്ലേ? 2n-1 decimal 43 in hexadecimal and BCD system are respectively. Yes. നമുക്കറിയാം 43/16 എത്ര കിട്ടി? 2 കിട്ടി. ഇവിടെ എന്ത് കിട്ടി? ബി കിട്ടി. ശരിയല്ലേ? 11 ആണ് കിട്ടാൻ പോകുന്നത്. 32 കിട്ടും, 11 കിട്ടും. 11 എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. അപ്പം മുകളിലേക്ക് ഇങ്ങനെ എഴുതി. അപ്പം 2B എന്ന് കിട്ടി. ഇനി 43 അതുപോലെ തന്നെ ഡെസിമൽ ആയിട്ട് എഴുതുന്നതാണ് BCD. BCD എന്ന് പറഞ്ഞാൽ ബൈനറി കോഡ് ഡെസിമലാണ്. അതുകൊണ്ട് 4ഉം 3ഉം അതുപോലെ തന്നെ എഴുതും. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.